എല്ലാവർക്കും നമസ്കാരം. മനുഷ്യരാശിയുടെ പക്കലുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ചിരി എന്ന് നമുക്ക് പറയാം. ചിരി നിറഞ്ഞ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈമിന്റെ നിറസാന്നിധ്യമായ നമുക്ക് ഏറ്റവും പ്രിയമുള്ള നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം രമേശ് ഏട്ടാ. സ്വാഗതം. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പരിപാടി തുടങ്ങുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി അത്ര മലയാളത്തിൽ പ്രചാരമല്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ആരംഭിച്ചു. എന്നാൽ എല്ലാ കാര്യത്തിനും ഒരു ചരിത്രമുണ്ട് എപ്പോഴും. അതെങ്ങനെയാണ് ഒരു നാട്ടിലെത്തിയത്, ആരാണ് അതിന്റെ പ്രചാരകൻ എന്നൊക്കെ തുടങ്ങി കുറച്ച് ചർച്ചകളുണ്ട്. അപ്പൊ മലയാളത്തിൽ ഇതിന്റെ ആദ്യത്തെ പ്രമോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞ വാചകം ഇതായിരുന്നു: ഒറ്റയ്ക്കൊരു വേദിയിൽ നിന്ന് വലിയൊരു സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന്റെ പ്രമോയിൽ ആദ്യം വന്നത്. എന്നാൽ ഇവിടുന്ന് ബാക്കിലോട്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇതുപോലൊരു ചോദ്യം ചോദിക്കുന്നതിന് കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കേരളത്തിൽ ഒരാളെ ഉള്ളൂ. സ്റ്റാൻഡപ്പ് കോമഡിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒറ്റയ്ക്ക് നിന്നൊരു വലിയ സദസ്സിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം ഒരു പുസ്തകം മലയാളത്തിൽ എഴുതിയാൽ അതിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന പേര്, ഒരുപക്ഷെ അത് ഒരുപാട് കാലഘട്ടങ്ങളായി ഒറ്റയ്ക്ക് വിജയിച്ച് മത്സരിക്കാൻ മറ്റൊരാളില്ലാതെ വെന്നിക്കൊടി പാറിച്ച് മുന്നേറുന്ന ഒരാൾ. ഇപ്പോൾ വളരെ സജീവമായി സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജയരാജ് വാര്യർ. ഇപ്പം ഒരു പുതിയ വർഷത്തിലാണ് ജയരാജൻ വീണ്ടും വരുന്നത്. സ്റ്റാൻഡപ്പ് കോമഡി ഒരു ലോകം മുഴുവനുള്ള ഒരു കലാരൂപമാണ്. ഇപ്പൊ നമ്മളത് ഇവിടെ ചെയ്യുന്നു. മിമിക്രിയും അത്തരത്തിലൊക്കെ തന്നെ. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു സദസ്സിനെ ചിരിപ്പിക്കാൻ തീരുമാനമെടുത്ത ജയരാജ് ഏട്ടൻ, ചിത്രകാരന്മാർ ചില ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങിങ്ങായി ചില ഒന്ന് മുഴപ്പിച്ചും വലിപ്പിച്ചും എല്ലാം വരയ്ക്കുന്ന ചിത്രകലാ സങ്കേതമാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത്. സ്വന്തമായി ഇപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് പോലെ ഒരു ആർട്ട് ഫോം മലയാളത്തിന് ഉണ്ടാക്കി സംഭാവന ചെയ്ത് അത് അവതരിപ്പിച്ച് അത് പ്രചരിപ്പിച്ച ഒരാളാണ് ജയരാജ് ഏട്ടൻ. കാരിക്കേച്ചർ ഷോ എന്ന പേരില് അതിന്റെ ഒരു തുടക്കം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. 3 പതിറ്റാണ്ട് കാലം എന്റെ പ്രധാന ജോലിയും വരുമാനവും ജീവിതവും വിവാഹവും എല്ലാം കാരിക്കേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞാനൊരു കോളേജ് ക്യാമ്പസിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ലർ എന്ന രീതിയിൽ കയറി പെർഫോം ചെയ്തതാണ്. ഞാൻ എൻ്റെ നാടകക്കാരനായിരുന്നു. ബേസിക്കലി ഞാൻ തിയേറ്ററാണ്. ഒരു നാടക നടനായിട്ട് ലോകം മാറ്റിമറിക്കാമെന്ന് വിശ്വസിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പൊ ഈ റിഹേഴ്സലിന്റെ ഇടവേളകളിൽ വലിയ ആയോധന, അത് ശരീരമൊക്കെ അധ്വാനിച്ചുകൊണ്ടുള്ള തിയേറ്റർ പ്രവർത്തനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇടവേളകളിൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന നമ്പറുകളാണ് ഇതൊക്കെ. അതങ്ങനെ ഞാൻ ഒരിക്കൽ ഒരു പരിപാടിക്ക് വേണ്ടി തൃശ്ശൂരിൽ ഗവൺമെന്റ് കോളേജിന്റെ കോളേജ് ഡേക്ക് പോയപ്പോൾ എൻ്റെ ഡയറക്ടർ ജോസ് ചെറുമലിന്റെ കൂടെ പോയപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ ഓർക്കസ്ട്ര വായിക്കുന്ന ആളുകൾ പലരും വന്നിട്ടില്ല, കീബോർഡ് വായിക്കുന്ന ആൾ. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. മീറ്റിംഗ് കഴിഞ്ഞ് കർട്ടൻ ഇട്ടാൽ പിന്നെ അടുത്ത പരിപാടി തുടങ്ങണം. കുട്ടികൾ ബേളുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നാട്ടുകാരായ എൻ്റെ വീടിനടുത്ത കുട്ടികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ പറഞ്ഞു, ആ റിഹേഴ്സൽ ക്യാമ്പിൽ കാണിക്കുന്ന തമാശകളൊന്ന് കയറി സ്റ്റേജിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് നീ ഇവരെ സഹായിക്കേണ്ടത്. ആപത്ത് ഘട്ടത്തിൽ സഹായിക്കുന്നവനാണ് ഏറ്റവും വലിയ സുഹൃത്ത്. നീ അവിടെ ചെയ്യുന്ന സാധനങ്ങൾ സ്റ്റേജിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി അങ്ങ് പെർഫോം ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അവര് 100 രൂപ തന്നു. 100 രൂപ വലിയ തുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് വിട്ടു. ഞാൻ വന്നിരുന്നു. അടുത്ത് മറ്റൊരു ക്യാമ്പസിൽ നിന്ന് അന്വേഷണം വരുന്നു, പരിപാടി ചെയ്യാമോ? അപ്പൊ എനിക്കിതൊരു ഹരമായി. അങ്ങനെ എന്റെ നാടായ തൃശ്ശൂരിലുള്ള ഒരുപാട് കോളേജ് ക്യാമ്പസുകളിൽ ഇതൊരു കലാരൂപമായി ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്നുകൊണ്ട് അത് ഒരു 82 തുടങ്ങുന്നുണ്ട്. 82 എനിക്കൊരു 19 വയസ്സുള്ളപ്പോൾ തുടങ്ങുന്നുണ്ട്. ആ ഒരു കേരളം മുഴുവൻ എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലുള്ള കുറെ ആളുകൾ എന്നെ അന്വേഷിച്ചു തുടങ്ങി. ഇങ്ങനെ ജയരാജ് വേറെ എന്തോ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇത് കേരളം മുഴുവൻ അവതരിപ്പിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ചാനലുകളൊക്കെ വരുന്നത്. അതെ, ഞാൻ അതാ പറയുന്നത്. ജയരാജ് വാര്യർ എന്ന ബ്രാൻഡ് കേരള ജനതയ്ക്ക് മുന്നിലേക്ക് എത്തുന്നതിൽ സത്യത്തിൽ ഒരു മാധ്യമത്തിനും, അതിന് ഇന്റർനെറ്റിനോ ടെലിവിഷനോ സിനിമയ്ക്കോ ഒന്നും ഒരു പങ്കുമില്ല. വേദി, സദസ്, മൈക്ക്, സ്പീക്കർ, ഇതിൽ കേരളം മുഴുവൻ ഓരോ 10 കിലോമീറ്റർ ദൂരങ്ങളിലും ഷോ ചെയ്താണ് ജയരാജേട്ടൻ മലയാളികൾക്ക് പ്രിയപ്പെട്ട ആളായത്. സിനിമയിലും ടെലിവിഷനിലും ജയരാജേട്ടൻ എത്തുമ്പോഴേക്കും ജയരാജേട്ടൻ ഓൾറെഡി ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി കേരള സംസ്ഥാനം മുഴുവൻ വലിയ തോതിൽ ഉണ്ടാക്കി വെച്ച ഒരു പ്രതിഭയായ ശേഷമാണ്. അല്ലെ ടി വിയിൽ വന്ന് സ്റ്റാർ ആയ ആള്, സിനിമയിൽ വന്ന് സ്റ്റാർ ആയ ആള്, അങ്ങനെയല്ല. സ്റ്റാർ ആയ ശേഷം ഈ മാധ്യമങ്ങളിലേക്ക് വന്ന ഒരാളാണ് ജയരാജേട്ടൻ. അദ്ദേഹം നമ്മളോടൊപ്പം വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവും.
നമുക്ക് പുതിയ പ്രതിഭകളുടെ പ്രകടനങ്ങൾ ഇനി കാണാം. ജയരേട്ടാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. ഡയാനെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെള്ളൂർ പേപ്പർ കമ്പനിയുടെ ഓഡിറ്റോറിയത്തിൽ, അന്ന് എനിക്ക് അറിയില്ല ജയരാജനെ എന്നും, ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്ന കാരിക്കേച്ചർ ഷോ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ ഞങ്ങൾ ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ ഒരു മുണ്ടും കൊണ്ട് വരുന്നു. സ്റ്റേജിൽ പാന്റ് ഇട്ടിട്ട് കയ്യിലൊരു മുണ്ടും പിടിച്ചോണ്ട് വന്നേക്കാണ്. എന്തിനാന്നറിയില്ല, ഈ മുണ്ട ഷർട്ടുണ്ട്. ആ മുണ്ട് മൈക്കിന്റെ സൈഡിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ നിന്ന് പൊരിക്കുകയാണ്. ഇത് കണ്ട് വലിയ ആരാധന തോന്നുകയാണ്. എനിക്ക് ഇതുപോലെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓടിച്ച് ബാക്ക് സ്റ്റേജിന്റെ ബാക്കിൽ കൂടെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ നോക്കുമ്പോഴത്തേക്ക് ജയരേട്ടൻ പോയി വരുന്നു, പെർഫോം ചെയ്യുന്നു, പോകുന്നു. ഞങ്ങൾ അന്ന് ആ നാട് മുഴുവൻ ഇളക്കി മറിച്ചിട്ട് അദ്ദേഹം പോയി. പക്ഷെ പിന്നീട് എനിക്ക് ഒരിക്കൽ ജയരാജനോട് ഭയങ്കര ദേഷ്യം വന്നു പറഞ്ഞു കഴിഞ്ഞാല് 99 സെപ്റ്റംബർ മാസത്തിൽ മാവേലിക്കരയിൽ കേളി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രോഗ്രാം, ഓണാഘോഷ പരിപാടിക്ക് സലീം കുമാറിന്റെ ട്രൂപ്പിന്റെ ഞങ്ങളുടെ ആദ്യത്തെ ഷോയ്ക്ക് ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ, ഞങ്ങൾ ചെല്ലുമ്പോ തൊട്ട് ഞങ്ങളുടെ ട്രൂപ്പിന്റെ ഷോ 2.25 മണിക്കൂർ, ജയരാജൻ 2 മണിക്കൂർ നിന്ന് പൊരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഷോ അവതരിപ്പിച്ചിട്ട് ഈ ഷോ പൊളിഞ്ഞ് വളരെ മോശമായി. ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്. ഞങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ടൊക്കെ ഷോ മോശമായപ്പോഴും ഈ കമ്മിറ്റിക്കാർ ഞങ്ങളെ വന്ന് ചീത്ത വിളിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് 2 മണിക്കൂർ ചെയ്തല്ലോടാ, നീയൊക്കെ 8-9 പേര് കൂടെ വന്നിട്ട് നിന്നെ കൊണ്ടൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഓരോ ചീത്ത വിളിക്കുമ്പോഴും തിരിച്ച് ട്രൂപ്പിന്റെ വണ്ടി വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് നമ്മുടെ മിമിക്രി പരിപാടിക്ക് മുമ്പ് ഇത് കൊണ്ടുവച്ചത് ഭയങ്കര അബദ്ധം, ഇയാൾ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നത് വലിയ അപകടമാണ് എന്ന് ഞാൻ അന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് ജയരാജനോട്. എനിക്ക് ഓർമ്മയുണ്ട് അത്. എന്നെ അവിടെ നിന്ന് അവര് വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഉണ്ടായിരുന്ന പരിപാടി നിങ്ങളുടെ ഒന്നും എനിക്കറിയില്ല, അത് നിങ്ങളുടെ ആയിരുന്നു. ക്ഷമിക്കണം സുഹൃത്തെ. Once Upon a Time version 2.0 ഈ ചിരി യാത്ര നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റാൻഡപ്പ് പെർഫോമറെ സ്വാഗതം ചെയ്യുകയാണ്. We have Nisha Achyutan from Bangalore. Nisha Achyutan, once again welcome back. ജയരാജൻ, നിഷ അച്യുതൻ. അതെ, ഇന്ന് തകർക്കും പരിപാടികള്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിരിക്കണു, നന്നായിരിക്കണം. ഒരു കുഴപ്പമില്ല. കുണു കേട്ടിട്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഒരു നാട്ടുകാരാന്നുള്ളത്. ഏത് നാട്ടുകാരിയാ? അത് എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഭയങ്കര വിഷമാണ്. എന്ന് വെച്ചാൽ ചെർപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് ഉണ്ടായിട്ട് മലപ്പുറത്ത് വളർന്ന് തൃശ്ശൂര് പഠിച്ച് ഇപ്പൊ ഒന്നും അല്ലാണ്ട് ബാംഗ്ലൂർ പോയി ജീവിക്കുന്ന ഒരു കക്ഷിയാണ് ഞാൻ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഫൺ. ഇതിനേക്കാൾ വലിയൊരു ഫൺ ഉണ്ട്. അപ്പോൾ all the best to it. നമസ്കാരം. നമ്മൾ ഈ നാട് വിട്ട് പല നാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ പ്രത്യേകതകൾ നമ്മൾ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളും ഉണ്ടല്ലോ, അവരും അതെ നമ്മുടെ ഭാഷ, ഈ മലയാള ഭാഷ, നമ്മൾ ഈ മലയാളം ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭാഷയൊക്കെ വളരെ സുന്ദരമായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നും മനസ്സ് വെച്ചാൽ എങ്ങനെ പറ്റാണ്ടിരിക്കുക, നമുക്ക് വേറെ ആർക്കും ഇല്ലാത്ത ചില സാധനങ്ങളുണ്ട്. ഈ ള, ഇഴ, ഇതെല്ലാം കൂടെ കൺഫ്യൂഷനാ. പിന്നെ ഇതൊക്കെ മലയാളിയുടെ സ്വന്തം ഐറ്റംസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഈ നാവ് വിളച്ച് പറയണോണ്ട് നമുക്കെല്ലാം പറയാൻ പറ്റും. അതേസമയം അവിടുത്തുകാരൻ ഒരാൾ കേരളത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ ആകെ ആവേശഭരിതനായി, ചേച്ചി എനിക്ക് മലയാളം അറിയാം, ഓ വെരി ഗുഡ്, എനിക്ക് മലയാളം അറിയാം എന്ന് പറയും. ഇവൻ കൂടുതൽ അരിഞ്ഞിടുന്നതിന് പകരം കുറച്ചും കൂടെ കൂടുതൽ അവൻ അറിയിച്ച അവൻ പറയും, ചേച്ചി ഊണ് കളിച്ചോ എന്ന് ചോദിക്കും. അതാണ് ചോദ്യം. പേടിക്കൊന്നും വേണ്ട, അവരാകെ ചോദിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിച്ചോ, ഊണ് കഴിച്ചോ എന്നാണ് കഥാപാത്രം ചോദിക്കുന്നത്. ഇതേ സംഭവം നിങ്ങളൊന്ന് തിരിച്ചിട്ട് നോക്കിയേ. നമുക്ക് ഈ ഭാഷയൊക്കെ കുറച്ച് അങ്ങോട്ട് പറയാൻ പറ്റിച്ചാ, നമ്മളിപ്പോൾ ഒരു തമിഴ്നാട്ടുകാരനെ കണ്ട് കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ, അയാളുടെ അടുത്ത് ചോദിക്കുക സാപ്പിട്ടിങ്ങളാ എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു കുളിര. ഞാൻ ചോദിച്ചതുകൊണ്ടല്ല, അയാളുടെ മാതൃഭാഷയിൽ നമ്മൾ അയാളോട് ചോദിക്കാണ് ഭക്ഷണം കഴിച്ചോ എന്ന്. ഒരു സന്തോഷമല്ലേ? എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, തൃശ്ശൂരുകാരനാ. അപ്പം ബാംഗ്ലൂർ ജോലി കിട്ടി പോയി. അപ്പൊ ചുളം പറഞ്ഞു, രാഷ്ട്രഭാഷ ഹിന്ദി പഠിച്ചെന്റെ പാടനെ എനിക്ക് പറഞ്ഞാൽ തിന്നല്ല, ഇനിയിപ്പോ കന്നഡ പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റൂലടാ, കന്നഡ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവന് കർണാടക ബാംഗ്ലൂരിൽ ജോലി, നീ എങ്ങനെ ജീവിച്ചു പോവുക? അപ്പൊ ഇവൻ പറഞ്ഞു, പിന്നെ ഈ റഷ്യയിലും ജർമ്മനിയിലും ഒക്കെ പോയി വന്നിട്ടുള്ള മനുഷ്യന്മാർ ഇവരൊക്കെ ആ ഭാഷ പഠിച്ചിട്ടാണ്. എനിക്ക് നല്ല ഒന്നാം തരം വേറെ സാധനം ഉണ്ട്, ഏപ്പട്ടിയും പോണ സാധനം. എന്തത്? ആംഗ്യ ഭാഷ. ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ജീവിക്കും. ഓഹോ, അത് ശരിയാ, യൂണിവേഴ്സൽ ലാംഗ്വേജാ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല, എന്നാ ശരി. അങ്ങനെ ഈ കഥാപാത്രം
ഇവന് കുറച്ച് വൃത്തി കൂടുതലിന്റെ ഒരു അസ്കിതയുണ്ട്. അപ്പോൾ അത് ക്ലീൻ അല്ല, ഇത് ക്ലീൻ അല്ല, ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം. അപ്പൊ ഈ ബാംഗ്ലൂരിൽ ചെന്ന് ഈ ജോലിയൊക്കെ കിട്ടിയ കാലത്ത്, അന്ധകാലത്ത് നമ്മൾ ഈ ബാച്ചിലേഴ്സ് ജീവിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 4-5 ബാച്ചിലേഴ്സ് കൂടെ ഒരു വീട്ടിൽ, ഇതാണ് സെറ്റപ്പ്. അടിച്ചു വാരി തുടങ്ങാൻ ഏതെങ്കിലും ഒരു ചേച്ചീനെ ഏർപ്പാടാക്കി ഉണ്ടാവും. ഹൗസ് ഓണർ ആരെങ്കിലും ഇവരെ താക്കോലെടുക്കും, വരും, ക്ലീൻ ആക്കും. ഇവന് സ്ഥിരം പരാതി, ഡാ എന്റെ കട്ടിന്റെ ചോട്ടിൽ ക്ലീൻ ആയിട്ടില്ലേട്ടാ, എന്നിട്ട് എന്തിട്ടാ പൊടിയടാ. അവനെ നീ എങ്ങനെയും അത് പറഞ്ഞൊന്ന് ശരിയാക്കിക്ക്, എങ്ങനെ നോക്കിയിട്ട് സംഭവം ക്ലീൻ ആവില്ല. ദൈവം സഹായിച്ച് ഇവൻ ഒരു ദിവസം നല്ല പനി വെച്ചാൽ ഖുഷിയായി ആഫീസ് പോണ്ട, അവിടെ കിടന്നു. ഇവൻ കട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അക്ക വാതിലും തുറന്ന് കയറി വന്നു. പിന്നെ ഇന്ന് ഇവരുടെ പണി നോക്കണം വെച്ചിട്ട് ഇവൻ മാരക സൂപ്പർവിഷൻ. അക്കേനെ അങ്ങനെ നോക്കണു, ഇങ്ങനെ നോക്കണു, നോട്ടത്തോട് നോട്ടം. അക്കയ്ക്കാണെങ്കിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. കാരണം സാധാരണ വന്ന ആളൊഴിഞ്ഞ വീട്ടിൽ വൃത്തിയാക്കി പോണതാണല്ലോ. ഇതിവിടെ ഒരുത്തം കട്ടുമ്പോ ഇരുന്നിട്ട് ഇതേ നോക്കണു. കുറെ കഴിഞ്ഞ് ഇവൻ പ്രതീക്ഷിച്ചമാര് തന്നെ ഇവന്റെ കട്ടിന്റെ ചോട്ടിൽ വിചാരിച്ച പോലെ വൃത്തിയായിട്ടില്ലേന്ന്. അവൻ അവിടെ ഇരുന്നിട്ട് ഒരൊറ്റ വിളിയാ, അക്ക. അപ്പൊ ആകെ നമുക്ക് അറിയുള്ളൂ, ആംഗ്യ ഭാഷയിൽ അതേ അറിയുള്ളൂ. ബാക്കി കന്നഡയിൽ ഒന്നും ഇവന് പറയാറിയില്ല. അക്കയ്ക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷും മലയാളവും തമിഴും ഒന്നും അറിയൂല. ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അക്ക എന്നിട്ട് വിളിച്ചു. ഇങ്ങനെ കയ്യോണ്ട് നീട്ടി പരതി അങ്ങോട്ട് വിശദാക്കി. ക്ലീനിങ് ആണെന്നുള്ള അർത്ഥത്തിൽ ചുള്ള ഇങ്ങനെ കാണിച്ചപ്പോ കിടക്കയിലെ ചുളിവുകളൊക്കെ അങ്ങോട്ട് നിവർന്നു. കിടക്ക നല്ല വൃത്തിയായി. ഇവൻ പിന്നെയും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അതോടുകൂടി നമ്മുടെ അക്ക അവിടെ നിന്നിട്ട് വാതിലും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി, അക്കടം ഭാവമൊക്കെ ഒന്ന് മാറി. അതില് അക്ക ഇങ്ങോട്ട് വരൂ എന്നുള്ള നിലയ്ക്ക് ഇവൻ ഇത് എൻ്റെ ബെഡ്, താഴെ സ്വീപ്പിങ്, പിന്നെയും സ്വീപ്പിങ്, ഏത് ബെഡ്. അതോടുകൂടി നമ്മുടെ അക്ക അങ്ങനെ നിന്നിട്ട് ദ്രൗപദി കീചകനെ കണ്ടമാതിരി ഒരു നോട്ടാണ് നോക്കി എന്നുള്ള ലൈനിലൊരു നോട്ടം നോക്കി. ഇവനാണെങ്കിൽ അവിടെ ആകെ ദേഷ്യം വന്നു. എത്ര വിളിച്ചിട്ട് ഇവര് എന്തുട്ട വരാത്ത എന്നുള്ള ലൈനിൽ അക്ക എന്നിട്ട് ആഞ്ഞു വിളി കട്ടിലും. അതോടുകൂടെ അക്ക ചൂലും മൊറൊക്കെ അവിടെ ഇട്ട് സാരിയുടെ കുത്ത കഴിച്ച ഒരൊറ്റ പോക്കാ പോയി. പക്ഷെ പിറ്റേന്ന് ഒരു ഗുണം ഉണ്ടായി. അതുകൊണ്ട് ഇവന് കന്നഡയിലെ ശ്രേഷ്ഠമായ ചില പദങ്ങൾ തന്നെ പഠിക്കാൻ കിട്ടി. അക്ക കെട്ടിയനെയും കൊണ്ടാണ് വന്നു. ഈ ശ്രേഷ്ഠ പദങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളല്ലാണ്ട് പറഞ്ഞാൽ തെറി എന്നൊക്കെ പറയും. അപ്പോൾ ഏത് ഭാഷ പഠിക്കാൻ ചെന്നാലും ഇപ്പൊ നിങ്ങൾ ഭാഷ ചോദിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനത്തെ 3-4 വാക്കുകളായിരിക്കും. നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞോളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു വെറൈറ്റി സെറ്റ് ഐറ്റംസ് ആൾക്കാരുണ്ട്. ഇവരൊരിടത്ത് നിന്നിട്ട് ചോദിക്കും, ഇതൊരു 4 പറഞ്ഞു തരും എനിക്ക് നയിക്കും. ഏത് ഈ തെറിപ്പദങ്ങൾ ഒരു 4 എനിക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ വേറൊരു 3-4 ഒരു കൂട്ടുകാരൻ നവാസ് നമുക്ക് അവനെ വിളിക്കാം. അവൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടും. അപ്പം നവാസ് ബാംഗ്ലൂർ പഠിച്ചോണ്ടിരിക്കുക. നവാസിനെ കാണാൻ വേണ്ടിട്ട് ഒരു നവാസ് എന്ന് പറഞ്ഞപ്പോ പിള്ളേരെല്ലാം കൂടെ ഒരു ചിരി. ഇവരുടെ ഏതോ ഒരു കൂട്ടുകാരൻ, ഒരാളാണത്, ഏതോ ഒരു കൂട്ടുകാരൻ, ആരോ ഒരാൾ. സാറിന്റെ പേരാണോ നവാസ് നിങ്ങളുടെ? അപ്പൊ നവാസിനെ കാണാൻ വേണ്ടിയിട്ട് 4 സുഹൃത്തുക്കൾ ഇവിടുന്ന് ഒരു കാറും സംഘടിപ്പിച്ച് ഇവിടുന്ന് പോവാണ് ബാംഗ്ലൂർക്ക്. ബാംഗ്ലൂർ പിന്നെ പബ് സിറ്റിയാണ്. ഇവര് 2 ദിവസം കംപ്ലീറ്റ് അർമാദിക്കല് ഹാപ്പി ജോളി. തിരിച്ചു പോരണ വഴിക്ക് അതിന് മുമ്പ് തിരിച്ചു പോരാനുള്ള പ്ലാനും പദ്ധതിയായപ്പോ അതിലൊരുത്തൻ ചെന്നിട്ട് നവാസിനോട്, ഡാ ഒരു സാധനം ഉണ്ടറാ, ഇക്കിയേ കന്നഡയിൽ 2 തെറി പറഞ്ഞോണ്ടാടാ, എനിക്ക് മലയാളത്തിലുള്ള ഒക്കെ അറിയാം, എനിക്ക് കന്നഡയിൽ 2 പറഞ്ഞോണ്ടാടാ. അതിൽ മറ്റേ കന്നഡയിൽ കണക്ക് വേണമല്ലേ, ഈ ശരിക്കും പഠിച്ചോട്ടോ, ഊട്ടായിത്ത ഭയങ്കര വലിയ തെറിയ പറഞ്ഞു. ഓ ഊട്ടായിത്ത ഭയങ്കര വലിയ തെറി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇവൻ നമ്മുടെ ജഗതി ശ്രീകുമാർ മറ്റേ സിനിമയിൽ ഭാവത്തോടു കൂടി പഠിക്കണ്ടല്ലോ, വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറയണ മാതിരി ഇവൻ നിന്നിട്ട് അങ്ങോട്ട് ഊട്ടായിത്ത എന്നൊക്കെ പറഞ്ഞ് പല ഭാവത്തിൽ ഇതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇവനെങ്ങനെയോ പിടിച്ച് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇരുത്തി. ഇവിടെ ഇരുന്നവൻ ഊട്ടായിത്ത ഇതാണ് ലൈന്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുള്ളൻ അതിൻ്റെ ഇടയിൽ ഒന്നുറങ്ങിപ്പോയി. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ ആക്രോശം. സംഭവം അത്രേ ഉള്ളൂ, ഒരു കാലി ലോറി ഇവരെ ഓവർടേക്ക് ചെയ്തു അത്രേ. ഒന്നാലോചിച്ച് നോക്കിയാൽ മലയാളികളുടെ വേറൊരു സ്വഭാവം എന്താ വെച്ചാൽ, എങ്ങനെ മെല്ലെ പോണവനാണെങ്കിലും സ്പീഡ് പോണവനാണെങ്കിലും വേറൊരുത്തം കയറി ഓവർടേക്ക് ചെയ്താൽ പോയി, മാർക്ക് പോയി, പിന്നെ അവനെ വെച്ച് പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇവന്മാരെല്ലാം കൂടെ ആക്രോശം, ബഹളം, വെട്ടിക്കട പിടിക്കട മറിക്കട എന്നൊക്കെ പറഞ്ഞു ബഹളം. അങ്ങനെ ഇതിങ്ങനെ ഈ ലോറീനങ്ങനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെൻ്റെ ഈ സുഹൃത്ത് അവൻ പിന്നെന്ന് അവൻ ഈ ജനലിന്റെ ചില്ലൊക്കെ എടുത്ത് താഴ്ത്തി ലോറി ഡ്രൈവറെ നോക്കിയിട്ട് ഗംഭീര പ്രകടനം. അത് കഴിഞ്ഞ് ഇവനെ ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, 4 പറഞ്ഞിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ സീറ്റിലാണ്ടിരുന്നു. ഞാൻ 4 പറഞ്ഞിക്ക് തന്നെ പിന്നെ 4 പറഞ്ഞു. ഇനി ജമ്മുണ്ടെങ്കിൽ അവൻ ഒരാൾ ഓവർടേക്ക് ചെയ്യില്ല, അമ്മാതിരി പറഞ്ഞിക്ക്. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ നോക്കിയിട്ട്
എന്നുള്ള ലൈനിലേക്ക് പോയി കൂട്ടുകാർ. എന്താടാ എന്താ എനിക്ക് ഇപ്പൊ എന്താ പറഞ്ഞ്? ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല ചീത്ത വിളിച്ചോരെ തന്നെ. ആ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നാ ഒരു മോനെ ഈ ഒരു ചീത്തയും വിളിച്ചില്ല. ഈ ഓരോട് പറഞ്ഞത് ഊട്ടായിത്ത ഊണ് കഴിച്ചോന്നാണ് ഈ ചോദിച്ചത് എന്ന്. ഇപ്പൊ വേറെ ചിലരുണ്ട്, ഇവര് ഈ കന്നഡ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്യണ പണി എന്താ അറിയോ? ഒരു സെന്റൻസ് കന്നഡയിൽ പഠിച്ചു വെക്കും. എന്താ അറിയോ? കന്നഡ കൊത്തില്ല അന്ന് പറഞ്ഞ പോലെ കന്നഡ എനിക്കറിയില്ല. ഇത് വെച്ചിട്ട് ഒരുത്തന്നെ ഇത് അവിടെ ഈ പബ് സിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം സ്പിരിറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഇരുന്ന് അത്യാവശ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുകാരൻ വരുന്നു. അവർ പറഞ്ഞു പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് പോ. അതിൽ ഇവർ രണ്ടാമത് ഇയാൾ വന്നപ്പോൾ ഈ ഗ്യാങ്ങിന് നീറ്റിട്ടില്ല, നല്ല ചീത്തയെന്ന് പറഞ്ഞു. അതിൽ ഇവൻ മാത്രം നീറ്റെന്ന്. സർ കന്നഡ ഗൊത്തില്ല, നല്ല സ്പിരിറ്റിലിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നപ്പോഴും ഇവൻ ഇതേ ലൈന് എന്ത് പറഞ്ഞാലും പറയും, സർ കന്നഡ ഗൊത്തില്ല സർ. ഇതന്നെ മൂന്നാമത് വന്നിട്ട് ഇയാൾ ഇത് പറഞ്ഞ കന്നഡ ഗൊത്തില്ല എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് ഈ കൂട്ടുകാർ ഇവന്റെ വായൊക്കെ പൊത്തിപ്പിടിച്ച് വലിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, അതിനിടെ കുരിശിയ അയാൾ കന്നഡയല്ല പറയണ, അയാള് മലയാളമാണ് പറയണത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇവര് എന്താ മറ്റുള്ളവരുടെ കാര്യം മാത്രമേ പറ്റുള്ളൂ, ഇങ്ങക്കൊന്നും പറ്റിയില്ലേ? പറ്റി, നിൽക്കും പറ്റിയ അബദ്ധം. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോണ്ടാ റോട്ടിൽ കൂടെ ഭയങ്കര ബഹളം. എന്തുണ്ടായിച്ചിട്ട് പോയി ഒക്കെ കേൾക്കുമ്പോ ഒന്നും കാണാനില്ല. ഇതെന്തപ്പം ഉണ്ടായി? അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വളവ് തിരിഞ്ഞൊരു പെൺകുട്ടി ഓട്ടിപ്പാഞ്ഞിങ്ങോട്ട് വന്നിട്ട് എന്നോട് ഒറ്റ ചോദ്യം, എമ്മേനോടിതിയാ? എനിക്കൊന്നും മനസ്സിലായില്ല, ആകെ കേട്ടത് എമ്മേ. പിന്നെ ചോദിച്ചു എമ്മേനോടിതിയാ? പിന്നെയും കന്നഡയിൽ പുറപുറം തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ബിടെക്കാണ്, എം എ അല്ല. പിന്നെയും പറഞ്ഞു എമ്മേനോടിതിയാ? അത് മാത്രമേ കിട്ടണല്ലോ. പറഞ്ഞു ഞാൻ ആകെ വിഷണ്ണേ. ഞാൻ പറഞ്ഞു ബിടെക്കാണ്, ജോലി ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കയറി. ഇവിടെ ചെന്നിട്ട് ഹൗസ് ഓണർ അവിടെ ഇരിക്കണ്ട, അവരോട് പറഞ്ഞു എന്തൊരു കഷ്ടപ്പത്, എം എ ഇല്ലാച്ച എങ്ങനെ നീ ചോദിച്ചപ്പോ അവര് നീ എന്താ മനസ്സിലാക്കി? അവരെ ചോദിച്ചത് അവരുടെ എരുമയെ കണ്ടോ എന്നാണ്. എമ്മേനോടിതിയാന്ന് പറഞ്ഞ എരുമയെ കണ്ടോന്നേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഭാഷ എവിടെ ചെന്നാലും പഠിക്കണം, പിന്നൊന്ന് അറിഞ്ഞു പ്രയോഗിക്കണം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൂപ്പർ കലക്കി. ചേച്ചി പ്രസന്റ് ചെയ്ത ലാംഗ്വേജ് ഭയങ്കര രസമായിരുന്നു. പ്രസന്റേഷൻ ഭയങ്കര ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. രമേശ് ചേട്ടാ, ജയരാജ് ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ഗംഭീര പെർഫോമൻസ്, അതെ അതെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളിനി ഒന്നും പെർഫോം ചെയ്യാതെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു എങ്കിലും അത് കാണാൻ ഒരു കൗതുകം രസമൊക്കെ ഉള്ള ഒരു അവതരണമാണ് നിങ്ങളുടെ. ഞാൻ വിഷണ്ണ എന്നുള്ള വാക്കൊക്കെ വർത്താനത്തിനിടയിൽ ഉപയോഗിക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ വിഷണ്ണയായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു 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 ചാക്യാർകൂത്തൊക്കെ കേട്ടിരിക്കുന്ന പോലെ ഒരു അവതരണമാണ്. ഗംഭീരമായിരുന്നു. പറഞ്ഞ തമാശകൾ നല്ലതായിരുന്നു. അതിലെല്ലാം നമുക്ക് ഈ മറ്റേ ആളോട് മലയാള പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ എനിക്കൊക്കെ ഇതിന്റെ ഒരു ചെറിയ ഒരു ആനന്ദം കണ്ടെത്തലുണ്ട് ഈ അന്യഭാഷക്കാരെ തെറി പറയുന്നതിനകത്ത്. സത്യമായിട്ട് ഞാൻ ഈ വിദേശത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ കൈകൊണ്ട് കാണിക്കുമ്പം പൊക്കോട്ടെ കയറിക്കോട്ടെ എന്നുള്ള ആക്ഷൻ കാണിച്ചപ്പോൾ നമ്മളൊരു ഡോറിന്റെ അവിടെ ചെന്നൊരു സെക്യൂരിറ്റി നിൽക്കണേ, ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പൊയ്ക്കോട്ടെ എന്നുള്ള ആക്ഷൻ കാണിച്ചിട്ട് ഒരു തെറി പറയുള്ളൂ മലയാളത്തിൽ. കൊണ്ടാൽ യേസ് കയറ്റി വിടുക, അല്ലെങ്കിൽ വല്ല എനിക്കറിയില്ല അതിൽ എന്ത് ആനന്ദം എനിക്ക് കിട്ടുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത് ചില എയർപോർട്ടുകളിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിനൊക്കെ ഈ ബെൽറ്റ് ഊരണമല്ലോ കേട്ടിട്ട്, അപ്പൊ ബെൽറ്റ് അഴിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ഞാൻ ആക്ച്വലി ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, നല്ല മലയാളത്തിൽ 2 തെറിയാൻ പറയും, അഴിച്ചിട്ട് അങ്ങനെ ഒരു ആനന്ദം വെറുതെ. ഈ വേറൊരാള് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ അതൊരു സുഖമുള്ള കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു ഏകാഭിനയമാകുമ്പോൾ പ്രത്യേകിച്ചും തമാശ കലർത്തി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തതാണോ എനിക്കറിയില്ല, പ്ലാൻഡ് ആണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നിങ്ങളുടെ കയ്യിൽ വഴങ്ങിയിട്ടുണ്ട് ഇത് ഈ സബ്ജക്റ്റ്. മാത്രമല്ല ഈ സ്വയം പരിഹസിച്ച് അത് അവസാനിപ്പിച്ചപ്പോഴാണ് കൂടുതൽ പഞ്ച് വന്നത്. ഏറ്റവും വലിയ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കളിയാക്കുന്നിടത്താണ്. സ്വയം പരിഹസിക്കുക. മറ്റുള്ളവരെ കുറേ പരിഹസിച്ച് കഴിയുമ്പോൾ ഓഡിയൻസിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ ചോദ്യമാണ് ഇയാൾ ആരാവുക എന്ന് ചോദിക്കും ഇതൊക്കെ പറയാൻ. അപ്പൊ അത് ഒരു സ്വയം പരിഹാസത്തിൽ കൊണ്ടുപോയി അതിനെ കൂട്ടിക്കെട്ടി ഇണക്കിയത് വളരെ നന്നായി. ഭർത്താവിനോടൊക്കെ കോമഡി പറയാറുണ്ടോ? ആളിപ്പോ തിരിച്ചിരിക്കാറില്ല, എന്താന്ന് അറിഞ്ഞൂടാ. നിഷ അച്യുതൻ ഒരു ബോൺ പെർഫോമർ ആണ്. ഇവിടെ നല്ല അസലായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അഗൈൻ. വീണ്ടും വരണം. മനോഹരമായ മറ്റൊരു സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു ഷിബൽ സെയിൻ ഫ്രം മലപ്പുറം.
വെൽക്കം ഷിബിൽ. താങ്ക് യു. How are you? ഫൈൻ. Fine. അങ്ങനെയാണോ? സുഖായിരിക്കുന്നു. സുഖായിരിക്കുന്നു. രമേശ് ചേട്ടാ. ശിബിലെ, ഹായ് രമേശ് ചേട്ടാ. ഹായ് ജയരാജ് ചേട്ടാ. എന്തൊക്കെയുണ്ട്? എന്നിട്ട് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നത്തെ പരിപാടി ഒരു സ്റ്റാൻഡപ്പ് കോമഡി. ആ, അത് അയ്യോ പറഞ്ഞ് നന്നായി. ഞാൻ ഓർത്തു നീ ഇവിടെ കപ്പയ്ക്ക് തടവെടുക്കാൻ വന്നതാണ്. ഇന്നത്തെ പരിപാടി ഒരു സ്റ്റാൻഡപ്പ് കോമഡി, സീരിയസ് ആയിട്ട് ഇന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ഞാൻ ഓർത്തേ നീ എന്തോ വിൽക്കാൻ വന്നതാണോ ഇവിടെ എന്നൊക്കെ ആലോചിച്ചു. ആ ലെവലിലായി പോയി. ഞാൻ അതിനകത്ത് എന്താന്നാ ചോദിച്ചത്. ഇതിനകത്ത് നമ്മുടെ ചേങ്ങോട്ടൂരിൽ എൻ്റെ ഒരു അമ്മാവന്റെ സുഹൃത്തുണ്ട് പരീത്. പുള്ളിനെ പറ്റി പറയാം. ഇന്ന് പുള്ളിക്കിട്ടാണ്, ഇന്ന് പരീതിനിട്ടാണ് പണി അല്ലേ? അതെ കിടക്കാൻ പോകുന്നത്. ചേട്ടാ, നമുക്ക് എങ്ങനെ ഇവന്റെ പരിപാടികൾ കേട്ടാലോ? അങ്ങനെ കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല. നോക്കാം. അവൻ കലക്കും, അവൻ സൂപ്പർ ആയിരിക്കും. നമുക്ക് കുറച്ച് പരീത് കോമഡീസ് കേൾക്കാം അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്, പെർഫോം വെൽ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഷിബിൽ സെയിം. ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നു. ചേങ്ങോട്ടൂരിലെ എൻ്റെ ഒരു അമ്മാവന്റെ സുഹൃത്താണ് പരീത്. ഈ പരീത് എന്ന് പറയുമ്പോൾ ആളൊരു ഇച്ചിരി പെട്ടെന്ന് ദേഷ്യം വരിക, ഒരിത്തിരി മണ്ടത്തരം. ആ കാര്യം ആളൊരു 23-24 വയസ്സുള്ള ഒരു യുവാവാണ്. പുള്ളി സ്ട്രഗിളിങ്ങിന്റെ ടൈമാ. ഏതെങ്കിലും ഒരു പണി സെറ്റ് ആയിട്ടൊന്നുമില്ല, പല ജാതി പണികൾ നോക്കും. അങ്ങനത്തെ ഒരാളാ. ഒരിക്കൽ നമ്മുടെ പരീത് ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോവാണ്. പുള്ളിക്കൊരു ഇന്റർവ്യൂവിന് ഇത് വന്നു. അങ്ങനെ ഇന്റർവ്യൂവിന് പോവാണ്. ഇന്റർവ്യൂവിന് ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മാനേജർ പരീതിനോട് ചോദിക്കുക, പരീത് വ്യക്തിപരമായി വികസിപ്പിച്ചെടുത്ത കഴിവുകൾ എന്തൊക്കെയാണ്? അതിൽ പരീത് ഇങ്ങനെ പറയാൻ തുടങ്ങി, കഥ പറയാൻ തുടങ്ങുന്ന പോലെ പറയാൻ തുടങ്ങുക. ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ കരയിൽ നിന്ന് ഞാനൊരു പരന്ന കല്ല് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ 5 പിച്ച് കുത്തിന്റെ ശേഷം അത് നിലത്ത് വീഴുള്ളൂ, വെള്ളത്തിൽ മുങ്ങുള്ളൂ. ഉരുണ്ട കല്ലാണെങ്കിൽ മാക്സിമം 4 പിച്ച് വരെ പോകുന്നത്. നമ്മുടെ കോർഡിനേറ്ററും ഇതിന് ഓഡീഷന് വന്ന ആളോട് പറയുന്ന പോലെയാ നമ്മുടെ മാനേജർ പറഞ്ഞ് ഫ്രീ ആയിക്കോന്ന്. പരീത് പല ജാതി പണികൾ നോക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരിക്കൽ പരീതിന്റെ ഒരു ഇലക്ട്രിക്കൽ പണിയായുധം കേടുവന്നു. പരീത് മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണ എന്നുള്ളൊരു നഗരത്തിലോട്ട് പോവാണ്. പെരിന്തൽമണ്ണ നിവാസികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അവിടെ ഇപ്പോൾ പുതിയൊരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്, സഖാവ് മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ്. ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡിന്റെ പേര് ഈ പുള്ളിക്ക് അറിയില്ല. പക്ഷേ കണ്ടക്ടറോട് ഈ പേര് പറയണല്ലോ അവിടെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ പരീതിന്റെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ ഫോട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവൻ ഇതിങ്ങ് നോക്കി, ഇതിൽ സഖാവ് എന്ന് ഫുള്ളൊന്നും എതിരില്ല. അതെങ്ങനെയാണല്ലോ, 2 പുള്ളി പിന്നെ മൂസക്കുട്ടി ആ രൂപത്തിലായതാ. കണ്ടക്ടർ നമ്മുടെ പരീതിനോട് ചോദിച്ചു, പരീത് എങ്ങോട്ടാ പോകുന്നത്? അതിൽ പരീത് പറയാ, ഒരു സമൂസക്കുട്ടി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ വീട്ടമ്മമാരും ഒക്കെ അമ്മമാരൊക്കെ ഉണ്ടാവും. പരീതിന്റെ വീട്ടിൽ പരീതിനൊരു ഉമ്മയുണ്ട്, ഒരു അമ്മായി ഉണ്ട്, ഒരു മൂത്തമ്മയുണ്ട്. ഒരിക്കലും പരീതിന്റെ ഒരു അകന്ന ബന്ധു വീട്ടിലൊരു പ്രസവം നടക്കുക. അപ്പൊ ഈ വീട്ടിൽ ഇവർ 3 പേരുണ്ട്, ഒരു കാറുണ്ട്, ഡ്രൈവറായിട്ട് പരീത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ പരീതിന്റെ പ്രായത്തിലുള്ള ഈ ഒരു യുവാക്കൾക്ക് മനസ്സിലായി ഇവർക്ക് ഈ പ്രസവത്തിന്റെ കേസിനൊക്കെ പോകാൻ ചെറിയൊരു മടിയുണ്ട്. മാത്രമല്ല വഴിയിൽ ഇവരുടെ ഈ പരദോഷണവും നമ്മുടെ സീരിയലിന്റെ ക്ലൈമാക്സ് ഒക്കെ കേട്ട് പോകണല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. അങ്ങനെ ഇവർ ഈ വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എത്താൻ നേരത്തെ ഒരു ഷോപ്പിൽ കയറാ ഇവര്, കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ. പരീതിന്റെ അമ്മായി പറഞ്ഞു, നീ കുട്ടിക്ക് ഒരു ട്രൗസർ വാങ്ങിക്കോന്ന്. പരീതിന്റെ മൂത്തമ്മ പറഞ്ഞു, നീ 2 കോഴിമുട്ട വാങ്ങിക്കോ, അവരൊന്നും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ലാന്ന്. പരീതിന്റെ ഉമ്മ പറഞ്ഞു, ഇത് രണ്ടും വേറെ വേറെ കവറിലാക്കണേ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലാന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട്, ഇവന് വേറെ എങ്ങോട്ടോ പോവാണ്ട് തിരക്കുണ്ട്. ഈ ദേഷ്യമൊക്കെ വന്നിട്ട് ഈ ട്രൗസറും മുട്ടയും കവറും ഒക്കെ പാടെ സംശയം കുടുങ്ങിയിട്ട് ഇവൻ കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ ട്രൗസറിൽ 2 മുട്ടയിട്ട് തരീന്ന്. അങ്ങനെ നമ്മുടെ പരീത് പലതരം ജോലികൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പരീത് ഒരു ദിവസം പെട്രോൾ പമ്പിൽ ഒരു ജോലിയുണ്ട് പരീതിന്. നമ്മുടെ ടോയ്ലറ്റിന്റെ മുമ്പിൽ നിൽക്കുന്ന, 1-ന് 1 രൂപ, 2-ന് 2 രൂപ, ഈ സെറ്റപ്പിൽ ടോയ്ലറ്റിന്റെ അവിടെ നിൽക്കുന്ന ഒരു ജോലിയാണ്. പരീത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ വരികയാണ്. അതിന് ഇയാളിങ്ങനെ ഒരു പരിങ്ങലോട് കൂടി, ഇയാൾക്ക് തന്നെ ഒരു സംശയം 1 ആണോ 2 ആണോ എന്ന്. ആ രൂപത്തിലാണ് ഇയാൾ വരുന്നത്. ഇയാളിങ്ങനെ വന്നിട്ട്, ചേട്ടാ 1 പറഞ്ഞപ്പോൾ 1 രൂപ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ട് ഇയാൾ അകത്ത് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ തിരിച്ചിറങ്ങി വരിക കേട്ടോ. തിരിച്ചിറങ്ങി വന്നിട്ട് പോക്കറ്റിൽ നിന്ന് 1 രൂപയും കൂടി എടുത്തിട്ട്, നേരത്തെ 1 രൂപ കൊടുത്തു, 1 രൂപയും കൂടി എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഇയാൾ പോകുമ്പോൾ നമ്മുടെ പരീതാണല്ലോ ജോലിക്കാരൻ. പരീത് വെച്ചു, അല്ലടാ നീ നേരത്തെ 1 രൂപ തന്നല്ലോ എന്ന് വെച്ച്. അതിൽ ഇയാൾ പറയാ, അത് ചേട്ടാ ബലം കൊടുത്തപ്പോൾ മൊത്തത്തിൽ 2 രൂപയായിരുന്നു. പരീത് നമ്മളെ മലപ്പുറത്തുകാരനാണല്ലോ. അപ്പോൾ ഈ മലപ്പുറത്ത് സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. 1 നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, 2 ഫുട്ബോൾ കളിക്കുക. മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ടർഫും ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഓർമ്മ വരാം. ഒരിക്കലും ഒരു 7s ഫുട്ബോളിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് വിജയികൾക്ക് ട്രോഫിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരിക, ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കളിക്കാരൻ ഷമീർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ പരീത് വെള്ളമടിച്ചിട്ടുണ്ട്. പരീത് വെള്ളമടിച്ചിങ്ങനെ വന്നിട്ട്, അതെങ്ങനെ ശരിയാവുക, ഈ ട്രോഫി അടക്ക ജാബിറിന് കൊടുക്കണമെന്ന്. ലോജിക്ക് വെച്ച് പരീത് പറഞ്ഞത് കറക്റ്റാ. കാരണം ഈ അടക്ക ജാബിറിന് 8 മക്കളുണ്ട്, ഈ ഷമീർ ഈ സീസണിൽ 6 ഗോൾ അടിച്ചിട്ടുള്ളൂ. അതിൽ തമാശക്കാണോന്ന് അറിയില്ല, നമ്മുടെ പരീതിന്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്. പരീതിന് ആകെ ഒരു സുഹൃത്തുള്ളൂ, കേളുരാജ് എന്ന് പറയും. ഇയാൾ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഗോൾ കീപ്പർക്കുള്ള അവാർഡ് തോട്ടുംകരയിൽ അമ്മണിക്ക് കൊടുക്കണം, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഗോളായിട്ടില്ല.
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരീതിൻ്റെ ലീലാവിലാസങ്ങൾ. താങ്ക് യു. ഷിബിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. ചേട്ടാ ശിവനെ, ഷിബിൽ ഷിബിൻ, എല്ലാം ഷിബിൽ, BIL. SHIBIL, ഷിബിൽ. മലപ്പുറത്ത് എവിടെയാ എൻ്റെ വീട്? മലപ്പുറത്ത് തിരൂർ റോഡ്. മലപ്പുറത്ത് തിരൂർ റോഡില്. മലപ്പുറത്തെ ദേശീയ ഭക്ഷണത്തിന്റെ പേരെന്താ? ചിക്കൻ ബിരിയാണി ആ, അല്ലേ? കുറച്ചുകൂടെ താഴേക്ക് വരട്ടെ. പൊറോട്ടയും ബീഫാണ്. ആ, പൊറോട്ട. ആ, കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. പൊറോട്ടന്റെ കൂടെ മീൻകറി. ബീഫ്. ഇവിടെ പറഞ്ഞു ആരോ മീൻകറി ആ, അല്ലേ? പൊറോട്ടയും മീൻ മുളക് കിട്ടും. Yes. അതാണ് മലപ്പുറത്തെ. ഞാൻ പണ്ട് മറ്റേ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതിന് മുൻപുള്ള കാലത്ത് ഞാൻ മലപ്പുറത്ത് പോകും. എന്റെ കുറെ സുഹൃത്തുക്കളും മെഡിക്കൽ റെപ്പുകൾ ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് മെഡിക്കൽ റെപ്പുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടാണ്. അപ്പൊ അവിടെ എങ്ങനെയാ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകും. അവരുടെ കൂടെ ഇരിക്കുക, തമാശ പറയാം, പാട്ട് പാടാം. അപ്പൊ ഒരു ദിവസം ചെന്നപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ അവിടെ എല്ലാവർക്കും കൂടി ഒരു ഹവായ് ചപ്പലേ ഉള്ളൂ. ഓ, എല്ലാവർക്കും കൂടെ ഒരു ജോഡി. ഒറ്റരെണ്ണം. അതെങ്ങനെയാ വെച്ചാൽ അതിന്റെ സ്ട്രാപ്പിന് യാതൊരു കുഴപ്പമില്ല. ഉപയോഗിച്ച് തേഞ്ഞു പോയി. സംഭവം മുഴുവൻ തേഞ്ഞു. ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് ഞാൻ ചെന്നിരിക്കുന്നതിന്റെ ദിവസം നോക്കിയപ്പോ അതിന്റെ അടിഭാഗം പൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യം. അതെ. അപ്പൊ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, ജയരാജ ഇയ്യാ ഉസ്മാന്റെ കടയിൽ പോയിട്ട് 2 പൊറോട്ട ഇങ്ങോട്ട് വാങ്ങിച്ചാന്ന് പറഞ്ഞു. എന്താ ഉസ്മാന്റെ കടയിൽ പോയിട്ട് 2 പൊറോട്ട ഇങ്ങോട്ട് വാങ്ങിച്ചാ, എന്നിട്ട് 2 രൂപ തന്നു. ഞാൻ ഉസ്മാന്റെ കടയിൽ പോയിട്ട് പൊറോട്ട വാങ്ങിച്ചു കൊടുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു അറിയാം, അതിന് 3 തുളയുണ്ടാക്കി. ആ പൊറോട്ടയ്ക്ക് 3 തുളയുണ്ടാക്കിയിട്ട് ഇവൻ ഈ സ്ട്രാപ്പ് എടുത്തിട്ട് ഈ പൊറോട്ടയ്ക്ക് ഇട്ടിട്ട് പിന്നെ അവരത് 6 മാസക്കാലം ആ പൊറോട്ട കൊണ്ടുള്ള ചെരുപ്പിട്ട് നടന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച്, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക ആ പൊറോട്ടന്റെ ഒരു ബലോ. അതാണ് മലപ്പുറത്തിന്റെ ഒരു ദേശീയ ഭക്ഷണം. പക്ഷെ വേറെ കാര്യം ഷിബിലെ, ഈ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പക്ഷെ ആലോചിക്കരുത്. ആലോചിച്ചാ കയ്യിന്ന് പോവും. വളവളവളവളവളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഈ കൂടുതൽ വർത്തമാനം പറയുമ്പോൾ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അവാർഡ് നൈറ്റിനൊക്കെ നമ്മൾ ഈ ക്യൂ ഷീറ്റ് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ജയരാട്ടം വരുന്നു, ബ്ലാ 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 കഴിഞ്ഞു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ആലോചിക്കാനേ പാടില്ല. അപ്പൊ നീ പലപ്പോഴും കോൺഷ്യസാ. ബോധപൂർവമായ ഒന്നല്ല ഫണ്ട്സ് അപ്പോൺ എ ടൈം. നേച്ചുറൽ ഓവർഫ്ലോ ആണ്. അപ്പൊ എന്താ വെച്ചാൽ സംശയമില്ലാതെ അങ്ങ് കലക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരുത്തം കടയിൽ ചെന്നിട്ടേ, ചേട്ടാ ഗോതമ്പൂട്ട് ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു. പുള്ളി അറിയാതെ ഗോതമ്പൂട്ടല്ല, റോട്ടിൽ നിന്ന് പൊടി പിടിച്ചിരിക്കുന്ന അരിപ്പൂട്ടാണ്. റോഡിനടുത്ത് തുറന്നു വെച്ചിട്ടേ ഉള്ള പൊടി മുഴുവൻ തിന്നിട്ട് ഗോതമ്പൂട്ട് പോലെ ഇരിക്കാറുണ്ട്. അത് പറയാണ്ട് എടുത്ത് കൊടുക്കണേന് പകരം ഈ പുള്ളി തന്നെ പറയാം അത് അരിപ്പൂട്ടാ കേട്ടോ, പൊടി പിടിച്ചിരിക്കുന്ന, കഴിച്ചോളാനായിട്ട് പറയാ ചായക്കടയിൽ നിന്ന്. അതാണ് കാര്യം. സൂപ്പറാണ്, നീ സൂപ്പറാണ്, ഉഗ്രൻ. പുതിയ പാട്ടുണ്ടോ നിന്റെ? ആ, എന്നാ തട്ടിക്കോ. കവിതയോ പാട്ടോ? പാട്ട്, മ്യൂസിക്, പാട്ടാണ്. ഇവൻ സംഗീതം ചെയ്യും, ഇവൻ മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ചെയ്യും. വരികള് എഴുതി, ഞാൻ തന്നെ എഴുതി. അപ്പൊ എല്ലാം ചെയ്യും. അപ്പൊ ഹരിപി നായർക്ക് ഒരു വെല്ലുവിളിയാവൂ. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഷിബില് തന്നെ വരികൾ എഴുതി സംവിധാനം ചെയ്ത് ദേ പാടാൻ പോകുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ലോക്ക്ഡൌണിന്റെ ഇടനാഴികളിൽ കാൽനട കാണാതെ പുല്ലുമുളച്ചു. പുളകിത പ്രശാളന വേദികളിൽ നാരങ്ങ നീരുകൾ ഉറ്റിയിടുന്നു. ഇയർഫോണിന്റെ തന്തുക്കളിൽ ദീർഘധ്വനീനാദം കേട്ടിടുന്നു. ചോറ്റിലെ ചമ്മന്തി തീർന്നിടുന്നു. കൊക്കപ്പുഴുവിന്റെ മുടിവെട്ടുന്നു. ചക്കപ്പഴങ്ങൾ പഴുത്തു വന്നു. പ്ലിസ്കോം എന്നൊച്ചയിൽ വീണിടുന്നു. ചക്കക്കുരുക്കൾ തെറിച്ചിടുന്നു. ഹിരോഷിമയിൽ ബോംബിട്ട പോലെ. താങ്ക് യു. നിന്റെ ഭാവന ഏത് വഴിക്കൊക്കെ ഇടാ പോകുന്നത്? കൊക്കപ്പുഴുവിന് മുടി വെട്ടുക എന്ന് പറയുന്നത് ഏത് മലയാളത്തിൽ ഇന്നോളം ജനിച്ച് ജീവിച്ച ഏത് കവിക്ക് ഉണ്ടോ ഈ ഭാവന? കൊക്കപ്പുഴുവിന് മുടി വെട്ടുക എന്ന് പറയുന്നത് അതാണ് നിന്റെ ഭാവന കേട്ടോ. ഇവിടെ നിൽക്കേണ്ടവനല്ല. ഗംഭീരം. താങ്ക് യു.
ഓക്കെ, സോ താങ്ക് യു ഷിബിൽ. ഷിബിലിന് വളരെ വിലപ്പെട്ട ടിപ്സും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജയരാജേട്ടന്റെ അടുത്ത് യെസ്, അതെ അതെ. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഫോളോ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമിങ്. താങ്ക് യു. കലാകേരളത്തിന് പകരം വെക്കാനില്ലാത്ത കലാപ്രകടനങ്ങളും സംഭാവനകളും സമ്മാനിച്ച അതുല്യ പ്രതിഭകളെ ആദരിക്കുന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 എക്സലൻസ് അവാർഡ്സ് എന്ന സെഗ്മെന്റിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കുന്നത്. ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും മിമിക്രി വേദികളിലൂടെയും ഒക്കെ നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ശ്രീ പ്രശാന്ത് കാഞ്ഞിരമറ്റമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രശാന്ത് ഏട്ടാ, ഒരുപാട് സ്വാഗതം. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിയതില്. താങ്ക് യു. അന്നത്തെ പോലെ ഇന്നും ഹീസ് ലുക്കിംഗ് വെരി യങ് ആൻഡ് ഹാൻസം. എവർഗ്രീൻ പറയുന്ന കേട്ടതൊന്നും തിക്കുറിശിയുടെ ഒക്കെ കാലത്തൊന്നും വന്ന ഞാൻ ഒരാളായിരിക്കും. ഉദ്ദേശിച്ചത് ഒരുപാട് കാലങ്ങളായി ടെലിവിഷൻ പരിപാടികളിലും ഒക്കെ സിനിമയിലും ഒക്കെ അദ്ദേഹത്തെ ഞാൻ കാണുന്നു. 10 വയസ്സിൽ വന്നതല്ലേ. ആണോ? നേരത്തെ വന്ന പ്രശാന്ത് അതാണ് നിൽക്കുന്നത്. ഉണ്ട് മുഖത്ത്. അതെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പ്രശാന്ത് യെസ്, നമസ്കാരം. കലക്കി കടുക് പുറത്തു. പ്രശാന്ത് യെസ്, ജയരായിട്ട് നമസ്കാരം. കുറേ കാലമായി കണ്ടിട്ട്. അതെ അതെ അതെ. നമ്മൾ ഒരു ലാസ്റ്റ് നമ്മൾ കോഴിക്കോട് നിന്ന് കാണുന്നത്. കോഴിക്കോട് നമ്മുടെ ഒരു പരിപാടിയിൽ. അതെ. പരിപാടി. പ്രശാന്ത് ഒരുപാട് നല്ല സിനിമകളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം ടെലിവിഷൻ അവതരണ രംഗം ജയസൂര്യ പോയതിനു ശേഷം ജയസൂര്യ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയുടെ അവതാരകനായിട്ട് പ്രശാന്ത് കാഞ്ഞിരമറ്റമാണ് എത്തുന്നത്. ഒപ്പം മികച്ച മിമിക്രി ആർട്ടിസ്റ്റ്, ഒരുപാട് കാസറ്റുകളിലും TV ഷോകളിലും CD-കളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവതാരകനാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും കഴിവുള്ള ഒരാളാണ് പ്രശാന്ത് കാഞ്ഞിരമറ്റം. പ്രശാന്തിന്റെ അച്ഛൻ മികച്ച ഒരു കലാകാരനാണ് അല്ലേ? തീർച്ചയായിട്ടും. കാഥികൻ ചേർത്തല ശശികുമാർ. അപ്പോൾ അദ്ദേഹം ഒരു 40-45 വർഷം കഥാപ്രസംഗ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സംഗീത നാടക അക്കാദമി അവാർഡ് വിന്നറാണ്. അപ്പം അങ്ങനെ. അതെ. അപ്പം ഞാൻ പ്രശാന്തിന്റെ വീട്ടിൽ 1-2 തവണ പ്രോഗ്രാമിന് പോകുന്നതിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ പ്രശാന്തിന്റെ അച്ഛൻ ഒരു കാഥികനും അവാർഡ് വിന്നറും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേജിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇവൻ അന്ന് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളങ്ങ് പോലെ ഉള്ളൂ. എന്തിനാ പോണേന്ന് തന്നെ വീട്ടുകാർക്ക് അറിയത്തില്ല. ഇവന്റെ അച്ഛൻ അങ്ങനെയല്ല. പ്രശാന്തെ, നീ ആ ഷർട്ട് മാറ്റി നല്ല ഷർട്ട് ഇട്ടിട്ട് ഇൻഷർട്ട് ചെയ്തോണ്ട് പോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ നല്ല ഇംഗ്ലീഷ് മീഡിയത്തില് ഒരു കൊച്ചിനെ രാവിലെ എടുക്കത്തോടെ ഇവനെ അങ്ങനെ വിടുന്ന ഒരാളാണ് ഇവന്റെ അച്ഛൻ എന്ന് പറയുന്നത്. എന്നിട്ടും പഠിച്ചുപോയി. പ്രശാന്ത് കാഞ്ഞിരമറ്റം ജഗതി ചേട്ടന് നമ്മളിങ്ങനെ പെട്ടെന്നൊരു അപകടമൊക്കെ വന്ന ശേഷം അദ്ദേഹത്തിന്റെ 1-2 സിനിമകൾ ഡബ് ചെയ്തിട്ടില്ലേ നീ? ഉണ്ട്. ഞാൻ പറുദീസ, പിന്നെ റെഡ് അലർട്ട്, പിന്നെ ദി റിപ്പോർട്ടർ, 3 വിക്കറ്റിന് 365 റൺസ് എന്ന് പറഞ്ഞാൽ KK ഹരിദാസ് നേരത്തെ ചെയ്ത പടം പിന്നീടാണ് റിലീസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു 4 പടങ്ങൾക്ക് സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് പ്രശാന്ത് കാഞ്ഞിരമറ്റമാണ്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് പ്രശാന്ത്? പുതിയ വിശേഷം ഇപ്പോ തൊട്ടടുത്ത് മമ്മി സെഞ്ചുറി നിർമ്മിച്ച പുതിയൊരു ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിക്കും. വെരി ഗുഡ്. ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറയാനൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ വെറുതെ ഈ കഴിഞ്ഞ പോളിടെക്നിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യും. അതിന്റെ ആളാണ് ഇവൻ. ഞങ്ങൾ പണ്ട് സിനിമാറ്റിക് ഡാൻസ്, മിമിക്സ് വിത്ത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പിടിച്ചു. അന്ന് കൂത്താട്ടോളം പോൾസൺ ആണ് ആ പ്രോഗ്രാം പിടിച്ചത്. മാട്ട കൂത്താട്ടോളത്ത് ഈ പ്രോഗ്രാമിന് വേണ്ടി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് സിനിമാറ്റിക് ഡാൻസ് ടീം ഇല്ല. ആകെ പോൾസൺ കൊണ്ടുപോകുന്ന ഒരു ചെറിയ കുട്ടി, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഈ ഗ്രൂപ്പ് ഇല്ല. അന്ന് സിനിമാറ്റിക് ഡാൻസ് ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ചെന്ന് ഈ കുട്ടി ആദ്യം ഒരു സിംഗിൾ ഡാൻസ് കളിച്ചു, ഞങ്ങളുടെ സ്കിറ്റ് കളിക്കും. വീണ്ടും കുട്ടി ഒരു സിംഗിൾ ഡാൻസ് കളിക്കുന്നു, മാറുന്നു. ഈ കുട്ടിയുടെ സിംഗിൾ ഡാൻസ് മാത്രമല്ല, ലാസ്റ്റ് ഈ കമ്മിറ്റിക്കാർ പുറകിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ 5-8-10 പിള്ളേർ നേരെ നിന്നിട്ട് കാണിക്കണം. ഇത് എന്തെന്നാണ് ഈ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത്? എന്റെ പൊന്നിയേട്ടാ, കൊച്ചിന്റെ പേരെന്താണ്? അതിലൊരു സിനി. അതിനെ മാറ്റി കളിപ്പിക്കുന്ന ഡാൻസാണ് സിനിമാറ്റിക് ഡാൻസ്. പ്രശാന്ത് അന്ന് ഒരു കാലത്ത് ലാലേട്ടന്റെ ഫിഗർ ചെയ്യും. ലാലേട്ടന്റെ താളവട്ടം, വന്ദനം, കാലേട്ടൻ, ഇവൻ ഇതൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് ഇൻസർട്ട് ചെയ്ത് നല്ല കുത്തിമറിഞ്ഞ് വരലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഫിഗർ ഇവൻ ചെയ്യുമ്പോൾ സ്റ്റേജിൽ നല്ല കൈഡിയ പാട്ട് വെച്ചിട്ട് കവിളിണയിൽ കുങ്കുമം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ ഇവൻ അതിന്റെ ഒരു ആവേശത്തിൽ ഒരു ദിവസം ഇവൻ നരസിംഹത്തില് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ കുഞ്ഞു മോഹൻലാൽ സ്റ്റേജിൽ. എന്നിട്ട് ഇവൻ ഊട്ടി നിങ്ങാണ്ട് ടൂർ പോകുമ്പോ നമുക്ക് ഇവിടെ പിടിക്കുന്ന ഒരു മീശ കിട്ടൂലേ, ഇങ്ങനെ കമ്പി വെച്ച് ഇവിടെ ഞെക്കി ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മീശ കിട്ടും, ഇങ്ങനെ കമ്പിയിട്ട് പിരിക്കണം. പാട്ട് സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂട്ടിൽ നിന്നും എന്നുള്ള പാട്ടിലുണ്ട്. ആ മീശ മേടിച്ചോണ്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങള് സൂപ്പറാ, കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ മോഹൻലാലിന് അനൗൺസ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ നോക്കുമ്പോൾ ഇവൻ ഈ മീശ ഇങ്ങനെ വെച്ചോണ്ട് വന്നിട്ട് ഈ മീശ തൂങ്ങി കിടക്കുവാണല്ലോ. ഇവൻ ഡയലോഗ് പറയുമ്പോ മോള് ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെയില് ധാരാവിയിലെ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചതാണ് ഇങ്ങനെ കാണിച്ചിട്ട്
ശംഭോ മഹാദേവ പോ നടിച്ചിട്ട് ഈ മീശ പറന്ന് ഓഡിയൻസിന്റെ തലയിൽ പോയിരിക്കുന്നു മൂക്കിന്ന് ഒറ്റ പോക്കുമായിട്ട്. അല്ലെ സത്യമാണത്. കാരണം അന്ന് ഈ മീശ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒട്ടിക്കാനുള്ള ഗമ്മോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല അന്നത്തെ കാലത്ത്. പിന്നെ തന്നെയല്ല നമുക്ക് പെട്ടെന്ന് എടുത്ത് വെക്കുകയും ചെയ്യാം. അത് അവൈലബിൾ അല്ലാത്തതല്ല, നമ്മുടെ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാ മാട്ടയല്ലേ മാട്ട പരിപാടി. 250 രൂപയ്ക്ക് 300 രൂപയുടെ ഗം മേടിച്ച് മീശ ഒട്ടിക്കാൻ പറ്റും. ടൂർ പോയപ്പോ കിട്ടിയ മീശയായിട്ട് വന്ന് ശംഭോ മഹാദേവ് അടിച്ചവനായി നിൽക്കുന്നവൻ. അതെ അതെ. പ്രശാന്തേ, നീ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും അല്ല, ഒരു അതിഗംഭീരമായ ഒരു പെർഫോമൻസ്. അതായത് കുസൃതിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ അമ്പിളിച്ചേട്ടനാണ്. അമ്പിളിച്ചേട്ടൻ ആ സിനിമയിലെ ഒരു കോളേജിലെ ഒരു ഇനാഗുറേഷന് തലക്കെട്ട് കെട്ടി ഈ മണിച്ചിത്രത്താഴിലെ മോഹൻലാലിന്റെ ആ രൂപത്തിൽ വരുന്നുണ്ട്. അപ്പൊ കോളേജിലെ പിള്ളേർ കൂവും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം കൂവണം, കൂവലിന് ശക്തി പോരാന്ന് പറയുമ്പോൾ ഒന്നുകൂടി കൂവണം. അത് കഴിഞ്ഞ് കൂവരുത്, ബാക്കിയുള്ളതിന് മൊത്തം കൈയടിച്ചോളണം. ഓക്കെ അല്ലേ? കൂവിക്ക്. അയ്യേ, കൂവാൻ അറിയാം. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ, കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ? പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലേക്ക് ഇറങ്ങിയാൽ ആനയാകാം, കുതിരയാകാം എന്നൊന്നും ആരും കരുതണ്ട. നിങ്ങളൊന്നും ഒരു കുന്തും ആകാൻ പോകുന്നില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ. എന്നും ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം, ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. കാരണം ജീവിതത്തിൽ ആകെ മിച്ചം ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഓർമ്മകളെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാട്ട് പാടാം. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ, വിരിഞ്ഞ പാല പൂമണം വിശാൽ കുമുകുമു കുമുകു, തേൻ കൂട്ടിൽ കല്ല് വീണാൽ എങ്ങനെ ഉണ്ട്? നല്ല മൂഡ് അല്ലേ? ജഗതിച്ചേട്ടന് വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ? വേറെ കാര്യം ചെയ്യാം. നമ്മുടെ മിഥുനത്തിൽ ജഗതിച്ചേട്ടൻ ഒരു വോയിസ് ചെയ്യാം. മിഥുനത്തില് ഇന്നസെന്റിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിപ്പിച്ച് കോൺസ്റ്റബിളായ ജഗതിച്ചേട്ടൻ നടന്നു വരുന്നു. മുറിക്കും വീട്ടിലെ ആ പടിവാതിൽ കടന്ന് നടന്നു വരുന്ന സീനാണ്. എന്താ ഇവിടെ ഉന്നതല സമ്മേളനം, എല്ലാ പാർട്ടിക്കാരും എത്തിയോ? കുറുപ്പ് സാറിനെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കേണ്ടി വന്നില്ല. കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നിടക്കെ തെറി വിളിച്ച് അവര് കയറിയൊന്ന് മേഞ്ചി, അതിനിടെ കൂടി ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്ത എന്നൊരു സംശയം. എഞ്ചിനീയറെ വീട്ടിൽ വിളിച്ചു വരുത്തി വാടക കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചിട്ടേ, നിന്റെ പേരിലുണ്ട് കേസ്. നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ വെറുതെ വിടാം. പക്ഷെ ലവൻ 6 മാസമെങ്കിലും അകത്ത് കിടക്കും. അത് കണ്ടേച്ച് വേണം എനിക്ക് ഈ മുറിക്കും വീട്ടിലെ തിന്നൽ ഞെളിഞ്ഞിരുന്ന് ചിരിക്കാൻ. അപ്പൊ അടുത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഒരുപാട് നടന്മാർ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ആണെങ്കിലും നമ്മൾ വിട്ടു പോയതിൽ നികത്താനാവാത്ത വിടവ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേർപാടൊക്കെ തോന്നിയ ഒരുപാട് നടന്മാരുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ജയരാജനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അനുകരിക്കുന്ന ഒരാളാണ് നെടുമുടി വേണുചേട്ടൻ. അപ്പോൾ നെടുമുടി വേണുചേട്ടൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായി പോയതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്ന എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എൻ്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ? എന്നിട്ട് തനിക്കെന്ത് കിട്ടിയടോ നീലകണ്ഠ? തൻ്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റിയ ചിലങ്കയിൽ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഒരുക്കിയെടുത്താണെന്ന് അറിയോ തനിക്ക്? അറിയില്ല. അറിയണമെങ്കിൽ ദാ ഇതിനകത്ത് 3 അക്ഷരമുള്ളൊരു വസ്തു വേണം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് കൈമാറാനായിട്ട് ഞാൻ ജയരാജേട്ടനെയും രമേശ് ഏട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ പ്രശാന്ത് കാഞ്ഞിരമറ്റം, അദ്ദേഹത്തിന്റെ പ്രതിഭ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ പറയും. ഒരു തരി കണ്ടാൽ മതി എന്ന് പറയുന്ന 2 ശബ്ദങ്ങൾ മാത്രമാണ്. അതെ, ഒരു വറ്റ് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടു. അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം റിലീസാകുന്നു. അതിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സമകാലീനനായ ഈ മികച്ച പ്രതിഭ കലയുടെ സമസ്ത മേഖലകളിൽ അഭിനയം, അവതരണം, അനുകരണം, എല്ലാ മേഖലകളിലും അത്യാവശ്യം പ്രശാന്ത് പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില ഷോകളിലൊക്കെ. അങ്ങനെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു കലാകാരനാണ് പ്രശാന്ത് കാഞ്ഞിരമറ്റം. അദ്ദേഹം സാന്നിധ്യം കൊണ്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ അനുമോദനം.
ഇന്നത്തെ ബെസ്റ്റ് പെർഫോമേഴ്സിനെ കണ്ടെത്തുകയാണ്. അതിനായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് പെർഫോം ചെയ്ത നിഷ അച്യുതൻ ആൻഡ് ഷിബിൽ സൈം ഓൺ ടു ദിസ് ഫ്ലോർ. നിഷ അച്യുതനും ഷിബിൽ ഷെയ്നും. നമ്മൾ ഇവിടെ ഒരു പോരാട്ടം എന്നതിനെ വിളിക്കാറില്ലെങ്കിലും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ ആ വാക്ക് വെറുതെ ഉപയോഗിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീര പ്രകടനമാണ് രണ്ടുപേരും ഇവിടെ കാഴ്ചവെച്ചത്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ ഫ്ലോറിലെ അവരുടെ മൊത്തം പ്രകടനം നോക്കിയാണ് നമ്മൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എപ്പോഴും എത്തുന്നത്. ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനം നമ്മൾ ആസ്വദിക്കുമ്പോൾ, വിലയിരുത്തുമ്പോഴല്ല, നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ ഒരു പൊടിക്ക് കൂടുതൽ നമ്മളെ ആസ്വദിപ്പിച്ചത് നിഷ അച്യുതനാണ്. നിഷ അച്യുതൻ ബെസ്റ്റ് പെർഫോമർ ആകുന്നു. ഒട്ടും മോശക്കാരനല്ല, ഒപ്പം തന്നെ ഷായിലുമുണ്ട്.